ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെ നമ്മുടെ സിബിൽ സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാം, അത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബാങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ PMAയിൽ ഒരു പ്രോഡക്റ്റൊക്കെ ഫ്ലിപ്കാർട്ടിനോ ആമസോണിനോ ആവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഷോപ്പുകളിലൊക്കെ ആവട്ടെ, നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ ചോദിക്കുന്നത് നിങ്ങളുടെ സിബിൽ സ്കോർ എത്രയാണ് എന്നാണ്. ഈ ഒരു സിബിൽ സ്കോർ നമുക്ക് 700-750 എബോവ് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് EMI ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും മറ്റുള്ള ഷോപ്പുകളൊക്കെ ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ ആയിട്ട് കളിക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളവിടെ www.sibil.com ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിനുശേഷം താഴത്ത് കാണുന്ന ഈ ഒരു സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിരുന്നു കണ്ടിരിക്കുക. അപ്പോൾ ഗെറ്റ് യുവർ ഫ്രീ സിബിൽ സ്കോർ എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഒരുപാട് സൈറ്റുകളുണ്ട്. ഇപ്പോൾ പെയ്ഡ് ആയിട്ട് സിബിൽ സ്കോർ നോക്കുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു സൈറ്റ് വഴി നിങ്ങൾക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റർ യുവർ ഡീറ്റെയിൽസ് എന്നതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്, പാസ്വേഡ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ID ടൈപ്പ്, ID നമ്പർ, ID ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഏകദേശം ഒരു 6 ID ഇവിടെ 5 ID ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ പാസ്പോർട്ട് ഉണ്ട്, വോട്ടർ ID ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അതുപോലെ തന്നെ പാൻ കാർഡ് ഉണ്ട്, റേഷൻ കാർഡ് നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണെങ്കിൽ കൊടുക്കുക. കാരണം ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇതിൽ നിന്ന് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനുശേഷം താഴത്തോട്ട് ID നമ്പറും കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക, പിൻകോഡ് എൻ്റർ ചെയ്യുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഞാനിപ്പം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു. നമ്മൾ മൊബൈൽ നമ്പർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ കൂടി വരും, സ്റ്റേറ്റ് എന്ന ഭാഗത്ത്. അപ്പോൾ നിങ്ങൾ കേരള സെലക്ട് ചെയ്തതിനു ശേഷം ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ചെറുതായിട്ടൊരു ലോഡിങ് വരുന്നതായിരിക്കും. നോക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് OTP വരുന്നതായിരിക്കും. വരെ OTP ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തു. അതിനുശേഷം കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ സാധിക്കും നമ്മുടെ OTP വന്നിട്ടുണ്ട്. ആ ഒരു OTP ഒരു ബോക്സിൽ നിങ്ങൾ തെറ്റാതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലീസ് സെലക്ട് ദ ലാസ്റ്റ് 5 ഡിജിറ്റ്സ് ഓഫ് പാൻ കാർഡ് നമ്പർ വിച്ച് ബിലോങ് ടു യു എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഈ കൊടുത്തുള്ള ലിസ്റ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നൺ ഓഫ് ദ എബോവ് എന്ന് കൊടുക്കുക. ഇതെല്ലാം നൺ ഓഫ് ദ എബോവ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ അടുത്തതായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈസ് ദിസ് എ ട്രസ്റ്റഡ് ഡിവൈസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെയാണ് നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യെസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. മൊബൈൽ ഫോൺ അല്ലാതാണെങ്കിലും നിങ്ങളുടെ PC ആണെങ്കിലും ലാപ്പിലാണെങ്കിലും നിങ്ങൾക്ക് യെസ് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യുന്നത് ഏതെങ്കിലും കഫേന്നോ അല്ലെങ്കിൽ ലൈബ്രറിന്നോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു കഫേയിലൊക്കെ ഏകദേശം എല്ലാവരും വന്നിട്ട് ചെയ്തു പോകുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ യെസ് കൊടുക്കുന്നുണ്ട്, കാരണം എൻ്റെ മൊബൈലിലാണ് നോക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സൈൻ അപ്പ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇൻവോയ്സ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫീ സബ്സ്ക്രിപ്ഷൻ ആണ്, അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്ത് നോക്കണം. അപ്പോൾ ഗോ ടു ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം എൻ്റർ ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു പേജാണ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. ഈസ് യുവർ സിബിൽ സ്കോർ ആസ് ഓഫ് 15th December
23. അപ്പോൾ നിങ്ങൾക്ക് വേർ ഈസ് മൈ സിബിൽ സ്കോർ എന്ന് കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫ്രീ സിബിൽ സ്കോർ ആൻഡ് റിപ്പോർട്ട് ഈസ് അവൈലബിൾ ഓൺലി വൺസ് എ കലണ്ടർ ഇയർ. അതായത് നിങ്ങൾക്ക് അതായത് ജനുവരി 1-ാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സിബിൽ സ്കോറിൻ്റെ റിപ്പോർട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഞാൻ വേർ ഈസ് മൈ സിബിൽ സ്കോർ എന്ന് കാണാം, അവിടെ നിങ്ങൾ കൊടുത്തു. അവിടെ കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു സിബിൽ സ്കോർ കാണിക്കുന്നില്ല. സോ അതിൻ്റെ റീസൺ എന്താ ഞാൻ ചെക്ക് ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒന്നുകിൽ ക്രെഡിറ്റ് കാർഡോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോണൊന്നും നമ്മുടെ അക്കൗണ്ട് വഴി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിബിൽ സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബട്ട് നോ ക്രെഡിറ്റ് ആക്ടിവിറ്റി ഇൻ ദ ലാസ്റ്റ് 3 years എന്നാണ് കാണിക്കുന്നത്. സോ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ക്രെഡിറ്റ് കാർഡിലുള്ള നമ്മുടെ ട്രാൻസാക്ഷൻസ് വേണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു അക്കൗണ്ടുമായിട്ട് ലോൺ നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിബിൽ സ്കോർ നമുക്ക് ഇവിടെയായിട്ട് കാണുള്ളൂ. അതുപോലെ സിബിൽ സ്കോർ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഒരു ലോണോ അല്ലാന്നെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡോ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് തന്നെ ഈ ഒരു പോർഷനിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ സിബിൽ സ്കോർ എത്രയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ സ്കോർ അനലൈസിസ് എന്ന ഭാഗത്ത് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും സിബിൽ സ്കോർ ഈസ് 3 digit ന്യൂമറിക് സമ്മറി ഓഫ് യുവർ ക്രെഡിറ്റ് ഹിസ്റ്ററി റേഞ്ചസ് ഫ്രം 300 to 900. അപ്പോൾ എത്രയാണ് 300 മുതൽക്ക് 900ൻ്റെ ഇടയിലാണ് നമ്മുടെ സിബിൽ സ്കോർ ഉണ്ടാകുക. അതും 3 digit ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സിബിൽ റിപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് വർഷത്തിൻ്റെ അവസാനം. ഇപ്പം പ്രിൻ്റ് യുവർ സിബിൽ റിപ്പോർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വർഷത്തിലെ തുടക്കത്തിലായിരിക്കും നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്രീ ആനുവൽ സിബിൽ സ്കോർ ആൻഡ് റിപ്പോർട്ട്. യുവർ നെക്സ്റ്റ് ഫ്രീ ആനുവൽ സിബിൽ സ്കോർ ആൻഡ് റിപ്പോർട്ട് വിൽ ബിക്കം അവൈലബിൾ ഓൺ 1/1/2024. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരികയാണെന്നെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ബെനഫിറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടും അതായത് നിങ്ങൾക്ക് EMI ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.